ഷെൽ മെത്തേഡ്. ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് ആക്ച്വലി ഷെൽ മെത്തേഡ്? ഓക്കെ, അത് പറയുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് മുമ്പ് വോളിയം ഓഫ് എ സ്പിയർ, അല്ലെ വോളിയം ഓഫ് പാർട്ട് ഓഫ് എ സ്പിയർ, അല്ലെ വോളിയം ഓഫ് എ ഹെമിസ്പിയർ, അല്ലെ വോളിയം ഓഫ് എ സിലിണ്ടർ, വോളിയം ഓഫ് എ റഗ്ബി ബോൾ, ഇതെല്ലാം കണ്ടുപിടിച്ചു. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്തത്? ഒരു സ്പിയറിന്റെ കേസാണെങ്കിൽ ഒരു സ്പിയർ എടുത്ത് ഒരുപാട് സ്ലൈസായി കട്ട് ചെയ്ത്, അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓരോ സ്ലൈസും നമ്മൾ എക്സാമിൻ ചെയ്ത ഓരോ സ്ലൈസും എന്താണ് ബേസിക്കലി ഒരു കൊച്ചു സിലിണ്ടർ ആണ്. ആ സിലിണ്ടറിന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഡി എക്സും ഏരിയ എന്ന് പറഞ്ഞാൽ പൈ വൈ സ്ക്വയറും. അപ്പോൾ എന്ത് ചെയ്തു? ഓരോ സ്ലൈസിന്റെ വോളിയം കണ്ടുപിടിച്ചിട്ട് എല്ലാ സ്ലൈസിന്റെ വോളിയം ആഡപ്പ് ചെയ്തപ്പം നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ സ്പിയറിന്റെ വോളിയം കിട്ടി. ഓക്കെ, അതെന്തായിരുന്നു അവിടെ സ്പിയറും അങ്ങനത്തെ കാര്യമായിരുന്നു. ഞാൻ ചോദിക്കുക, ഒരു പരാബോള 3D ആയിട്ടിരിക്കുന്ന ഷേപ്പിന്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ ചോദിക്കും പരാബോള 3D. നമ്മൾ ഓൾറെഡി സ്പിയറിന്റെ കേസ് വന്നല്ലോ. സ്പിയർ എന്താ? സർക്കിൾ എന്ന് പറഞ്ഞ 2D ഒബ്ജക്റ്റിൻ അല്ലെ റെപ്രസെന്റേഷൻ അല്ലെ ഒബ്ജക്റ്റിന്റെ 3D റെപ്രസെന്റേഷൻ ആണല്ലോ സ്പിയർ. ഓക്കെ, അതുപോലെ സ്ക്വയർ എന്ന് പറഞ്ഞ 2D റെപ്രസെന്റേഷന്റെ 3D ആണല്ലോ ക്യൂബ്. അപ്പൊ ഈ പരാബോള ഇതുപോലെ ഈ 2D പരാബോളയുടെ 3D റെപ്രസെന്റേഷൻ കണ്ടുപിടിച്ച അതിന്റെ വോളിയം എന്തായിരിക്കും? അപ്പൊ ചിലപ്പോൾ തോന്നും അതിന്റെ വോളിയം കണ്ടുപിടിച്ചിട്ട് എന്തിനാ? യൂസ് ഉണ്ട്, റിയൽ ലൈഫിൽ ഇഷ്ടം പോലെ യൂസ് ഉണ്ട്. ഇനിയിപ്പോ അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് ബേസിക്കലി വേണ്ടുന്നത് എന്താ? ഈ പരാബോള 3D ആയിട്ടിരുന്നാൽ അതിന്റെ വോളിയം എന്താണ്? അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ആദ്യം മനസ്സിലാക്കണം. അതായത് നമ്മളെ സ്പിയറിന്റെ കേസ് വന്നപ്പം അവിടെ വളരെ കഷ്ടപ്പെട്ട ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഓക്കെ, അത് പറയുന്നതിന് മുമ്പ് ഞാൻ ഈ പരാബോള 3D ആയി എങ്ങനെ ഇരിക്കുന്നത് കാണിച്ചു തരാം. ബോറടിപ്പിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാം. ഇവനെ എങ്ങനെ നമ്മൾ 3D ആയിട്ട് കൺസിഡർ ചെയ്യും? അതിനൊരു വഴിയുണ്ട്. ഇത് നോക്ക്, ഈ ഗ്രീൻ ആണല്ലോ നമ്മുടെ വൈ ആക്സിസ്, ഈ റെഡ് ആണല്ലോ നമ്മുടെ എക്സ് ആക്സിസ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഈ പരാബോള ഈ വൈ ആക്സിസിന് ചുറ്റുമിട്ട് കറക്കാം. കറക്കിയിട്ട് അവൻ പോകുന്ന ആ പാത്ത് ട്രേസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ കറസ്പോണ്ടിങ് 3D ഷേപ്പ് കിട്ടും. മനസ്സിലായില്ലേ? ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ കറക്കുക. കറക്കിയപ്പോൾ നമുക്ക് കിട്ടിയ ഷേപ്പ് കണ്ടോ? ഒരു കൊട്ട പോലെ ഇരിക്കുന്ന ഷേപ്പ്. ഓക്കെ, ഇതാണ് നമ്മുടെ പരാബോള 3D ആയിട്ടിരുന്ന കിട്ടുന്ന ഷേപ്പ്. ഇതെങ്ങനെ വന്നെന്ന് കണ്ടില്ലേ? ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മൾ നമ്മുടെ പരാബോള വൈ ആക്സിസിന് ചുറ്റുമിട്ട് കറക്കി. അപ്പൊ നമുക്കൊരു കൊട്ട പോലെ സാധനം കിട്ടി. ഇതാണ് നമ്മുടെ പരാബോള 3D ആക്കിയുള്ള ഷേപ്പ്. ഓക്കെ, ഇനി എനിക്ക് പറയാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നേരത്തെ എക്സാമ്പിളിൽ നമുക്ക് സ്പിയറും സർക്കിളും ഉണ്ടായിരുന്നു. അവിടെ സ്പിയറിന്റെ അകത്ത് സർക്കിൾ ഇക്വേഷൻ ആപ്ലിക്കബിൾ ആയിരുന്നു. ഓക്കെ, അതായത് സ്പിയറിന്റെ അകത്ത് സർക്കിൾ ഇക്വേഷൻ എന്താ? ജനറൽ ഇക്വേഷൻ എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് 5 മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ, ആർ ഇസ് ദ റേഡിയസ്. സോ ഈ ഇക്വേഷൻ ഇത് 2D സർക്കിളിന്റെ ഇക്വേഷനാണ്. ഇത് നമ്മുടെ സ്പിയറിൽ ആപ്ലിക്കബിൾ ആയിരുന്നു. ഓക്കെ, അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം. കാരണം സ്പിയറിന്റെ 2D റെപ്രസെന്റേഷൻ ആണ് സർക്കിൾ. സോ സർക്കിളിന്റെ അകത്ത് ആപ്ലിക്കബിൾ ആയിട്ടുള്ള എല്ലാ ഇക്വേഷനും സ്പിയറിലും ആപ്ലിക്കബിൾ ആണ്. അതുപോലെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതാണ്, ഒരു ഒബ്ജക്റ്റിന്റെ, അതായത് ഒരു 3D ഒബ്ജക്റ്റിന്റെ 2D റെപ്രസെന്റേഷൻ ഇരിക്കുന്ന ഇക്വേഷൻ അതിന്റെ 3D റെപ്രസെന്റേഷനിൽ ആപ്ലിക്കബിൾ ആണ്. നിങ്ങൾ നോക്കില്ലെങ്കിൽ ഒരു ക്യൂബ് എടുക്ക്, ആ ക്യൂബിന്റെ 2D റെപ്രസെന്റേഷൻ അല്ല സ്ക്വയർ. ആ സ്ക്വയറിന്റെ ഇക്വേഷൻ ക്യൂബിനും ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, അതേപോലെ തന്നെയാണ് സർക്കിളിന്റെ കേസ് നമ്മൾ പറഞ്ഞത്. സർക്കിളിന്റെ ഇക്വേഷൻ സ്പിയറിനും ആപ്ലിക്കബിൾ ആണ്. അതേപോലെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഈ ക്രിയേറ്റഡ് ആയി വന്ന 3D ഷേപ്പ് ഇല്ലേ? ഈ 3D ഷേപ്പിന് നമ്മുടെ 2D പരാബോളയുടെ ഇക്വേഷനും ആപ്ലിക്കബിൾ ആണ്. അതാണ്ട് ഈ ഒരു ആംഗിളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. നമ്മുടെ പരാബോള തന്നെയല്ലേ ഈ കാണുന്നത്? കണ്ടേ, നമ്മുടെ വൈ ആക്സിസ്, എക്സ് ആക്സിസ്, ഇപ്പൊ ഒരു ഇസഡ് ആക്സിസ് കൂടെ വന്ന്. പക്ഷേ ഇസഡ് ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്യാതെ കണ്ട സ്ട്രെയിറ്റ് പോയിന്റിൽ കൂടെ നമ്മൾ നോക്കിയാൽ നമ്മുടെ എക്സാക്ട് നേരത്തെ പരാബോള തന്നെ. സോ ഈ 2D പരാബോളയുടെ ഇക്വേഷൻ നമ്മുടെ 3D പരാബോളിക് ഷേപ്പിലും, ഇതിന്റെ കറക്റ്റ് ഷേപ്പ് എന്താണെന്ന് അറിയത്തില്ല, ഇതിലും ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ കുറെ നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഷെൽ മെത്തേഡ്. വാട്ട് ഈസ് ആക്ച്വലി ദിസ് ഷെൽ മെത്തേഡ്? ഇതെന്താണ് ഈ ഷെൽ എന്നറിയോ? അതായത് നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കുന്ന ഗ്യാസ് കുറ്റിയില്ലേ, അതെടുത്തിട്ട് മോൾ ഭാഗവും താഴ്ഭാഗം കട്ട് ചെയ്താൽ നമുക്ക് എന്നിട്ട് ഒരു ഹോളോ സിലിണ്ടർ കിട്ടൂലേ? എക്സാക്ട്ലി അതാണ് ഷെൽ. മനസ്സിലായി? അതിനെയാണ് ഷെൽ എന്ന് വിളിക്കുന്നത്. ഒരു ഹോളോ സിലിണ്ടർ. മനസ്സിലായില്ലേ? അതാണ് ആക്ച്വലി ഷെൽ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ വോളിയം ഉണ്ടല്ലോ, ഓക്കെ, ഇത് മേൽഭാഗം ഓപ്പൺ ആണല്ലോ, ഇതിന്റെ അകത്തോട്ട് ഓരോരോ ഷെല്ലുകളെ ഇറക്കി വെക്കും. അങ്ങനെ ഇതിന്റെ അകത്ത് എത്രത്തോളം ഷെല്ല് വെച്ച് നിറയ്ക്കാമോ അത്രത്തോളം ഷെല്ല് നിറച്ച് വെച്ചിട്ട് ഓരോ ഷെല്ലിന്റെയും വോളിയം കണ്ടുപിടിച്ചിട്ട് എല്ലാ വോളിയം കൂടെ ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ വോളിയം കിട്ടും. നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ.
ഓക്കെ, അത് നിങ്ങൾക്ക് വിഷ്വലി മനസ്സിലാവണം. ഞാൻ ഏറ്റവും ആദ്യം ഒരു ഷെല്ല് വെച്ച് കാണിച്ചു തരാം. എൻ്റെ ഫസ്റ്റ് ഷെല്ല് വെക്കാം. ഓക്കെ, ഇതേ രീതിയിൽ തന്നെ, ഇതേ 3D ഷേപ്പിൽ തന്നെ, പക്ഷേ ഇച്ചിരി ഷാർപ്പ് ഉണ്ടാക്കിയ 3D ഷേപ്പ്. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഷെല്ല് വെക്കാം. ശ്രദ്ധിച്ച് നോക്കൂ, കാണാണ്ടോ? ഇതാണ് ഷെൽ. ഓക്കെ, താണ്ട പറഞ്ഞില്ലേ ഒരു ഹോളോ സിലിണ്ടർ. താണ്ട നിങ്ങൾക്ക് ഇവിടെ നിന്നാണെങ്കിലും കണ്ടൂടെ? ഇവനെന്താ ഒരു ഹോളോ സിലിണ്ടർ അല്ലേ? ഇവനാണ് നമ്മുടെ ഷെല്ല്. കണ്ടോ? ഓക്കെ, ഇതൊരു ഷെല്ല. അതുപോലെ നമുക്ക് എന്താ ഇതിൽ പല ഭാഗത്തായിട്ട് കണ്ട ഷെല്ലുകൾ ഇങ്ങനെ വെക്കാം. കണ്ടോ? ഓക്കെ, ഇത് ഏറ്റവും അറ്റത്തിരിക്കുന്ന ഷെല്ല്, പിന്നെ താപ്പോട്ട് ഷെല്ല് ഒരുപാട് ഷെല്ല് ഇതിൻ്റെ അകത്ത് പ്ലേസ് ചെയ്യാം. കണ്ടോ? അപ്പോൾ എന്ത് പറ്റും? ഇങ്ങനെ ഒരുപാട് ഷെല്ല് പ്ലേസ് ചെയ്തിട്ട് ഓരോ ഷെല്ലിൻ്റെയും വോളിയം കണ്ടുപിടിച്ച് അങ്ങനെ എല്ലാ ഷെല്ലിൻ്റെയും വോളിയം ആഡ് ചെയ്ത് നമുക്ക് ടോട്ടൽ വോളിയം കിട്ടും. ഇനി ഈ ഓരോ ഷെല്ലിൻ്റെ തിക്നെസ് എന്തോന്നാ? dx. അതായത് തിക്നെസ് എന്ന് പറഞ്ഞാൽ അതാ ഈ കാണുന്ന വിഡ്ത്ത്. എന്ത് കണ്ട? ഈ കാണുന്ന വിഡ്ത്ത് കണ്ടോ? ഇതാണ് dx. ഓക്കെ, ബാക്കിയെല്ലാം സെയിം തന്നെ. ഇനി വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതായിരുന്നല്ലോ നമ്മുടെ എക്സ് ആക്സിസ്, നമ്മുടെ വൈ ആക്സിസ്. ഓക്കെ, കണ്ടില്ല? എക്സ് ആക്സിൽ 2D പരാബോള തന്നെ ഇവൻ, അതിൻ്റെ 3D റെപ്രസെൻറ്റേഷൻ ഇവൻ. ഓക്കെ, ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ്, ഓക്കെ, അതായത് ഈ ഒറിജിൻ തൊട്ട് ഈ ടോപ്പ് വരെയുള്ള ടോട്ടൽ ഹൈറ്റ് ആരാന്ന് ചോദിച്ചാൽ അവനാണ് എന്ത് വൈ എന്ന് നമ്മൾ എ എന്ന് നമ്മൾ വിളിക്കും. മനസ്സിലായി? എ. അതുപോലെ തന്നെ ഓക്കെ, ഈ ഒറിജിൻ തൊട്ട് ഓക്കെ ഈ പോയിന്റ് വരെ, ഓക്കെ, ഈ ഷെല്ലിന്റെ തൊട്ട് താഴെ വരെയുള്ള ഈ പോയിന്റ് ആണ് വൈ. മനസ്സിലായ? ഓക്കെ, ഈ ഒറിജിൻ തൊട്ട് ഈ ഷെല്ലിന്റെ താഴ്ഭാഗത്ത് ഈ ഭാഗം വരെയുള്ള ലെങ്ത് ആണ് വൈ. അപ്പം ഈ ഷെല്ലിന്റെ ഹൈറ്റ് എന്താ? ആക്ച്വലി a-y അല്ലേ? കാരണം ടോട്ടൽ ഹൈറ്റ് എയും താഴ്ഭാഗം തൊട്ട് ആ ഷെല്ലിന്റെ താഴ്ഭാഗം തൊട്ട് ആ ഒറിജിൻ വരെയൊക്കെ ഉള്ള ഹൈറ്റ് വൈയു ആണെങ്കിൽ ഈ ഷെല്ലിന്റെ ഹൈറ്റ് എന്താന്ന് ചോദിച്ചാൽ ബേസിക്കലി a-y ആണ്. മനസ്സിലായി? അപ്പൊ എന്താണ്? ഷെല്ലിന്റെ ഹൈറ്റ് കിട്ടി a-y, ഷെല്ലിന്റെ തിക്നെസ് കിട്ടി dx. ഇനി നമ്മൾ വന്നല്ലോ ഒരുപാട് ഷെല്ല് വെച്ച് ഇതിൻ്റെ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്താ നമ്മൾ ചെയ്യുന്നതെന്ന്. അതെങ്ങനെയാ? അതെന്താ സെറ്റപ്പ്? ആർക്കെങ്കിലും മനസ്സിലായോ? ഓക്കെ, അതെന്താന്ന് പറഞ്ഞുതരാം. വേണ്ടേ? ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഏറ്റവും അറ്റത്തും തുടങ്ങുക. ഒരു ചെറിയ ഷെല്ലി തുടങ്ങാൻ പോവാ. ഏറ്റവും അറ്റത്തെ കണ്ടോ? ഇവിടുന്ന് ഞാൻ അടുത്തൊരു ഷെല്ലൂടെ എടുത്ത് വെക്കാൻ പോവാ. കണ്ടേ? അപ്പൊ കണ്ടോ? ഇപ്പൊ ഞാൻ എത്ര ഷെല്ല് വെച്ച്? ശ്രദ്ധിച്ചു നോക്ക്. കണ്ടേ? 3 ഷെല്ല് വെച്ചിട്ടുണ്ട്. 1, 2, 3. ഇതുപോലെ ഇനി ഞാൻ ഷെല്ല് വെക്കാൻ പോവാ. കണ്ടോ? 4, 5, 6, 7. ഞാൻ ഷെല്ല് ഇങ്ങനെ അടുക്കി അകത്തോട്ട് വെക്കാനേ പോവാ. അപ്പൊ ദാ ഇവൻ എങ്ങനെ ഇരിക്കും? ശ്രദ്ധിച്ച് നോക്ക്. ഓക്കെ, അതിന് വേണ്ടി ഞാൻ 2D റെപ്രസെന്റേഷൻ ഉണ്ടായി. കണ്ടോ? ഇതിന്റെ അകത്തുള്ള വോളിയം ഫില്ലപ്പ് ആവുന്ന കണ്ടോ? കണ്ടോ? എല്ലാ സൈഡിൽ നിങ്ങൾ നോക്ക്. കണ്ടോ? ആദ്യത്തെ ഷെല്ല്, രണ്ടാമത്തെ ഷെല്ല്, മൂന്നാമത്തെ ഷെല്ല്, നാലാമത്തെ ഷെല്ല്, അഞ്ചാമത്തെ ഷെല്ല്. ഞാൻ ഇച്ചിരി സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ? ഓരോ ഷെല്ലുകളായിട്ട് എടുത്ത് വെക്കുന്നുണ്ടോ? ഷെല്ല് വെക്കുമ്പോൾ ഈ വോളിയം ഫില്ലപ്പ് ആവാൻ തുടങ്ങുമല്ലേ? അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? എത്രത്തോളം ഷെല്ല് ഇതിൻ്റെ അകത്ത് എടുക്കാം? ഇത് നിറയുന്നത്രയും നമുക്ക് എടുക്കാം. കണ്ടോ? ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയോ? ഒരുപാട് ഷെല്ലുകൾ വെച്ച് ഇതിന്റെ വോളിയം ഫില്ലപ്പ് ചെയ്യുന്നു. ഇവ ബേസിക്കലി ഇത് ഓരോന്നും ഓരോ ഷെല്ല. കണ്ടോ? ഞാൻ സൂമിൻ ചെയ്ത് കാണിച്ചാണ്ട്. കണ്ടോ? ഇവനൊരു ഷെല്ല. ഓക്കെ, അതുപോലെ ഇവനൊരു ഷെല്ല. ഓഹ്, മറ്റേ ഹിപ്നോട്ടിസത്തിന്റെ കൂട്ട്. ഇവൻ ഓരോരുത്തരും ഓരോ ഷെല്ല. കണ്ടില്ലേ? ഓരോരോ ഷെല്ലുകളെ ഈ ഷെല്ല് വെച്ച് നമ്മൾ അടുക്കി വെച്ചിരിക്കുകയാണ് ബേസിക്കലി ഈ കാണുന്നത്. ഓക്കെ, ഇങ്ങനെ ഇപ്പൊ നമ്മൾ ഒരുപാട് ഷെല്ല് വെച്ച് അടുക്കിയിരിക്കുമല്ലേ? ഈ ഷെല്ലിനെ എല്ലാം വെളിയെടുത്ത് ഈ ഓരോ ഷെല്ലിന്റെയും വോളിയം കണ്ടുപിടിച്ചാൽ നമുക്ക് ടോട്ടൽ വോളിയം കിട്ടും. അതാണ് ഷെൽ മെത്തേഡ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഒരുപാട് സ്പ്ലിറ്റപ്പ് ആക്കി മുറിച്ച് വെച്ചിട്ട് ഓരോന്നിനെയും കണ്ടുപിടിച്ചത് അതിന്റെ ടോട്ടൽ കണ്ടുപിടിക്കുന്ന മെത്തേഡ് എന്തോന്നാണ്? ബേസിക്കലി ഇന്റഗ്രേഷൻ. സോ ബേസിക്കലി നമ്മളിവിടെ ഇന്റഗ്രേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് പറഞ്ഞു തരാം. ഓക്കെ, നിങ്ങൾക്ക് ആ ഷെല്ല് മനസ്സിലായില്ല, ഞാൻ ഒന്നുകൂടെ വിഷ്വലി കാണിച്ചു തരാം കേട്ടോ. ഷെല്ല് ഇറങ്ങിയതാണ്ടേ, ഇത്ര ഷെല്ല് മാത്രം എടുത്തിട്ട് കണ്ടേ. നോക്ക്, സൂമിൻ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇപ്പൊ എത്ര ഷെല്ല് വെച്ചിട്ടുണ്ടെന്ന്. ഓക്കെ, ഇത്രയും ഷെല്ല് എത്ര വോളിയം ഫില്ലപ്പ് ആയി എന്നുള്ളത് ഇവിടെ നോക്കിയാലോ, അല്ലെ സൈഡിൽ നോക്കിയാലോ മേളിൽ നോക്കിയാലോ മനസ്സിലാവല്ലോ. അങ്ങനെ മോർ ഷെല്ലുകൾ വെക്കുമ്പോൾ ടോട്ടൽ വോളിയോ ഇതേ ഉള്ളു ബേസിക്കലി സാധനം. മോർ ഷെല്ല് വെക്കുന്നു, മൊത്തം അടപ്പാവുന്നു. കണ്ടോ? മോർ ഷെല്ല് വെക്കുന്നു, മൊത്തം അടപ്പാവുന്നു. ഓക്കെ, നമുക്ക് നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഏറ്റവും ആദ്യം ഒരു ഷെല്ല് എടുക്കാം. ഏതെങ്കിലും ഒരു ഷെല്ല്, സപ്പോസ് ഈ ഷെല്ല് എടുക്കാം.
ഈ ഷെല്ല് വേണോ? ആ, ഏതെങ്കിലും ഒരു ഷെല്ല് എടുക്കുക. ഈ ഷെല്ലിന്റെ വോളിയം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, വോളിയം ഓഫ് എ ഹോളോ സിലിണ്ടർ എന്താ അറിയുമോ? എനിക്കറിയാൻ പാടില്ല, അല്ലേ കണ്ടുപിടിക്കാം. പക്ഷെ അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് അല്ലേ? എന്ന് നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. ഈ ഷെല്ലിനെ മുറിച്ച് നൂത്തെടുത്താൽ എങ്ങനെ ഇരിക്കും? ഇതാ ഇനി ഇരിക്കത്തില്ല, ഒരു ഷീറ്റ് ആവത്തില്ല. അതായത് നമ്മുടെ ഈ ഷെല്ലിനെ മുറിച്ച് അൺറോൾ ചെയ്തെടുത്ത ഒരു ഷീറ്റ് ആവൂല്ലേ? നമുക്ക് ഒരു ഷീറ്റ് കിട്ടൂല്ലേ? അപ്പൊ ഈ ഷീറ്റിന്റെ അതേ വോളിയം തന്നെയല്ലേ ഷെല്ലിന്റെ വോളിയം? ഈ ഷീറ്റിന്റെ തിക്നെസ് എന്തോന്നാ? dx. കാരണം നമ്മുടെ ഷെല്ലിന്റെ തിക്നെസ് എന്തോന്നാ? കണ്ടോ നോക്ക്, ഷെല്ലിന്റെ തിക്നെസ് dx ആ. അപ്പൊ ഈ കാണുന്ന ഷീറ്റിന്റെ തിക്നെസ് എന്തോന്നായിരിക്കും? dx ആയിരിക്കും. ഷീറ്റിന്റെ ഹൈറ്റ് എന്തോന്നായിരിക്കും? a മൈനസ് ഐ. എന്റെ കാര്യം എന്താ? കാരണം ഷെല്ലിന്റെ ഹൈറ്റ് a മൈനസ് ഐ ആ. അപ്പൊ ഈ കാണുന്ന ഷീറ്റിന്റെ ഹൈറ്റ് a മൈനസ് ഐ ആയിരിക്കും. ഇനി ലെങ്ത് ആണ് പ്രശ്നം. ഓക്കെ, ലെങ്ത് കൂടെ കിട്ടിയാൽ നമുക്ക് ഈ കാണുന്ന ഷീറ്റിന്റെ വോളിയം കണ്ടുപിടിക്കാം. കാരണം ഷീറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ക്യൂബോയിഡ് ആണല്ലോ. കണ്ടോ നോക്ക്, ഈ ക്യൂബോയിഡിന് വിഡ്ത്ത് വളരെ കുറഞ്ഞെന്നാൽ ലെങ്തും ബ്രെഡ്ത്തും കൂടിയ ഒരു ക്യൂബോയിഡ് ആണ് ഈ ഷീറ്റ്. അപ്പൊ നമുക്ക് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു വിഡ്ത്ത് എടുത്താൽ മാത്രം നമുക്ക് ഈ ഷീറ്റിന്റെ വോളിയം കിട്ടും. നമ്മുടെ കയ്യിൽ ലെങ്തും ഉണ്ട്, അല്ല ബ്രെഡ്ത്തും ഉണ്ട്, വിഡ്ത്തും ഉണ്ട്. പക്ഷെ നമുക്ക് ലെങ്ത് ഇല്ല. നമുക്ക് ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കുക? അതായത് ഈ കാണുന്ന ലെങ്ത് നമ്മുടെ ഇല്ല. ഈ ഹൈറ്റ്, അതായത് ബ്രെഡ്ത്ത് ഉണ്ട് a മൈനസ് ഐ. ഈ വിഡ്ത്ത്, ഓക്കെ, ഈ ചെറിയ വിഡ്ത്ത് ഉണ്ട് നമ്മുടെ കയ്യിൽ dx. പക്ഷെ നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് ഒറ്റ സാധനമാണ്, ഈ കാണുന്ന ലെങ്ത് ഇല്ല. ആ ലെങ്ത് കണ്ടുപിടിക്കുക എന്നതാണ് നമ്മുടെ ടാസ്ക്. ആ ലെങ്ത് എന്താണെന്ന് അറിയോ? ഇവനെ ഒന്ന് റീസെറ്റ് ചെയ്ത് സർക്കിൾ ആക്കിയിട്ട് ഒന്ന് സൂക്ഷിച്ച് നോക്കുക. ഈ സൈഡിൽ നോക്കി ഇവനൊരു സർക്കിൾ അല്ലേ? അല്ലേ? ഓക്കെ, ഈ സൈഡിൽ ശ്രദ്ധിച്ചു പോകണം. ഈ സൈഡിൽ നോക്കി ഇവനൊരു സർക്കിൾ ആണ്. ഈ സർക്കിളിന്റെ റേഡിയസ് ആരാന്നറിയോ? എക്സ് വാല്യൂ. അതെന്താ കണ്ടതാ നോക്ക്. ഇത് ഈ സൈഡിൽ നോക്കിയ ഇവിടെ നിന്ന് നോക്കിയ കണ്ടേ, നമ്മുടെ ഇതല്ലേ നമ്മുടെ എക്സ് ആക്സിസ്. ഓക്കെ, അപ്പൊ താണ്ടേ ഈ സർക്കിളിന്റെ റേഡിയസ് എന്തോ നോക്കിയതാണ്ടേ, ഈ കാണുന്നതല്ലേ, ഇതല്ലേ? അപ്പൊ നമ്മുടെ സർക്കിൾ, നമ്മുടെ ഷെല്ലിന്റെ, അതായത് ഈ ഷെല്ലിന്റെ ഈ ടോപ്പിൽ നോക്കിയാൽ നമ്മൾ ഈ കാണുന്ന സർക്കിൾ ഉണ്ടല്ലോ, ഈ സർക്കിളിന്റെ റേഡിയസ് ആരാന്നാ? കറസ്പോണ്ടിങ് എക്സ് വാല്യൂ. കാരണം എന്താ നോക്ക്, നമ്മൾ ഇങ്ങനെ എടുക്കുക, ഇത് y, ഇത് x. അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് റേഡിയസ് വാല്യൂ വരാ ഈ കാണുന്ന എക്സ്. കണ്ടില്ല? കണ്ട? നിങ്ങൾക്ക് ഇച്ചിവിടെ സംശയം ഉണ്ടതാണ്ട നോക്ക്, സൂം ഇൻ ചെയ്തിട്ട് കണ്ട നോക്ക്, കണ്ടോ? ഇതാണ് റേഡിയസ് വാല്യൂ. സോ ഈ എക്സ് വാല്യൂ ആണ് കറസ്പോണ്ടിങ് റേഡിയസ് വാല്യൂ. അത് മനസ്സിലായോ? ഇല്ല, വേറൊരു ഷെല്ലെടുത്ത് നിങ്ങൾ എക്സാമിൻ ചെയ്ത് നോക്ക്. വേറൊരു ഷെല്ലെടുത്ത്, ഓക്കെ, ഈ ഷെല്ലിന്റെ റേഡിയസ് വാല്യൂ എന്താ? മേളിൽ നോക്ക്, കണ്ടോ? എക്സ്. അപ്പൊ ചിലർക്ക് സംശയം തോന്നുക, ഇതും റേഡിയസ് അല്ലേ എന്ന്. അത് ഇസഡ് ആക്സിസിൽ നമ്മൾ അതല്ല പറയുന്നത്. നമ്മളിവിടെ എക്സിന്റെ ടേമിലാണല്ലോ, വിഡ്ത്ത് dx ആണല്ലോ. നമ്മളപ്പോ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടുന്നത് എക്സിന്റെ ടേമിൽ തന്നെ ആണല്ലോ. അപ്പൊ നമ്മൾ എക്സിന്റെ ടേമിൽ തന്നെ റേഡിയസിനെ എടുക്കുന്നത്. അപ്പൊ അതാ നോക്ക്, ഈ ഷെല്ലിന്റെ റേഡിയസ് ആരാ? എക്സ്. ഷെല്ലല്ല, ഈ ഷെല്ലിന്റെ ടോപ്പിലുള്ള ഈ സർക്കുലർ പാർട്ട് ഉണ്ടല്ലോ, ഈ സർക്കുലർ പാർട്ടിന്റെ റേഡിയസ് ആരാ? ഈ എക്സ്. അപ്പം ഈ സർക്കിള് തന്നെയല്ലേ ആക്ച്വലി, ഈ സർക്കിളിന്റെ ഡയമീറ്ററിന്റെ ലെങ്ത് തന്നെയല്ലേ ആക്ച്വലി ഈ കാണുന്ന ഷീറ്റിന്റെ ലെങ്തും? കണ്ട, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. കണ്ടേ, ഇവൻ അൺറോൾ ആകുമ്പം ഈ കാണുന്ന ഈ ലെങ്ത് ഇല്ലേ, അതല്ലേ നമുക്ക് വേണ്ടുന്നത്? അത് തന്നെയല്ലേ ഈ കാണുന്ന ഈ ലെങ്തും അല്ലേ? ഞാൻ ചെറിയൊരു ഷെല്ലെടുക്കാം, ഓക്കെ, എന്നിട്ട് ഇച്ചിരി ഒന്ന് സൂം ഇൻ ചെയ്യാം. ഓക്കെ, നമുക്ക് വേണ്ടുന്ന എന്താണെന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ കാണുന്ന ലെങ്ത് ആയിരുന്നു. ഏത്? കണ്ടേ, ഈ കാണുന്ന ലെങ്ത്. ഓക്കെ, അപ്പൊ ഇവനെ തിരിച്ച് റോൾ ചെയ്ത് കയറ്റി കണ്ടേ, ആ ലെങ്ത് തന്നെയല്ലേ ഇത്. സോ ഈ കാണുന്ന ഈ സർക്കുലർ ഫേസിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നതല്ലേ ബേസിക്കലി നമുക്ക് വേണ്ടുന്ന ഈ ലെങ്ത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ലെങ്തും കിട്ടിയില്ലേ? എന്ത്? 2π × x. കാരണം ഈ കാണുന്ന സർക്കുലർ ഫേസിന്റെ ഡയമീറ്റർ എന്തെന്നാ? 2πr. ഇവിടുത്തെ r ആരാ? എക്സ് വാല്യൂ. അപ്പൊ ഈ കാണുന്ന സർക്കുലർ പാർട്ടിന്റെ ഡയമീറ്റർ എന്താ? ബേസിക്കലി 2πx. സോ ഇത് തന്നെയാണ് അൺറോൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ലെങ്തും. സോ നമുക്കിപ്പോൾ എന്ത് കിട്ടി? ലെങ്തും കിട്ടി, ബ്രെഡ്ത്തും കിട്ടി, വിഡ്ത്തും കിട്ടി. ഇവിടുത്തെ ലെങ്ത് ആരാ? ഇനി നമുക്ക് വോളിയം കണ്ടുപിടിക്കാം. വോളിയം എന്താ? 2πx, അതായത് ലെങ്ത്, ഇൻറ്റു a - y². ഇതാരെന്നറിയാം? ഹൈറ്റ്. a - x² എന്ന് പറഞ്ഞ ചിലർക്ക് സംശയം തോന്നുന്നത് എന്താ കാര്യം എന്നറിയോ? നമ്മുടെ പരാബോളയുടെ ഇക്വേഷൻ എന്തായി? ഈ എടുത്ത സ്പെസിഫിക് പരാബോളയുടെ ഇക്വേഷൻ y = x² ആണ്. ഓക്കെ, നമ്മുടെ ഹൈറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, a - y ആണ്. കണ്ടില്ലേ? അപ്പൊ a - yക്ക് പകരം
നമ്മൾ വൈയുടെ അവിടെ എക്സ് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൊടുത്താൽ എ മൈനസ് എക്സ് സ്ക്വയർ. സോ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എ മൈനസ് എക്സ് സ്ക്വയർ, നമ്മുടെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഡി എക്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ ഷെല്ലിന്റെ വോളിയം. മനസ്സിലായി? അതായത് ഈ കാണുന്ന സ്പെസിഫിക് ഷെല്ലിന്റെ വോളിയം എന്ന് പറയുന്നത് ഇതാണ്. ഇതേ തന്നെയാണ് എല്ലാ ഷെല്ലിന്റെയും വോളിയം. ഇപ്പൊ കണ്ടോ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു ഷെല്ലിന്റെ വോളിയം കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇനി ഈ കാണുന്ന ഓരോ ഷെല്ലിന്റെ വോളിയം കണ്ടുപിടിച്ചാൽ നമുക്ക് ഈ കാണുന്ന ടോട്ടൽ പരാബോള അല്ലെ ഈ 3D പരാബോളിക്കിന്റെ വോളിയം കിട്ടൂലേ? കാരണം എന്താണ് നമ്മൾ എന്താ കണ്ടോണ്ടിരുന്നത്? ഒരുപാട് ഷെല്ല് വെച്ച് നിറച്ചോണ്ടിരുന്നല്ലേ? അപ്പൊ അങ്ങനെ ഇതാ കിട്ടൂലേ? അപ്പം എല്ലാം കൂടെ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യും? ഇന്റഗ്രേറ്റ് ചെയ്യും. കണ്ടോ? ഇവിടാണ് ട്രൂ ബ്യൂട്ടി. എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? ആക്ച്വലി ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇന്റഗ്രൽ ഓഫ് 2π ഇൻറ്റു എ എക്സ് മൈനസ് എക്സ് ക്യൂബ്. ഈ എ എക്സ് മൈനസ് എക്സ് ക്യൂബ് എങ്ങനെയാ വന്നതെന്ന് ചോദിച്ചാൽ 2π എക്സ് ഇൻറ്റു എ മൈനസ് എക്സ് സ്ക്വയർ ആണല്ലോ. ഈ എക്സിനെ നമ്മൾ അകത്തോട്ട് കിട്ടി. അപ്പൊ 2π ഇൻറ്റു എ എക്സ് മൈനസ് എക്സ് ക്യൂബ് കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം? ഈ 2π എടുത്ത് വെളിയിടാം, അവർ കോൺസ്റ്റന്റ് ആണല്ലോ. പിന്നെ നമുക്ക് എന്തെന്ന് കിട്ടി? എ എക്സ് മൈനസ് എക്സ് ക്യൂബ് ഇൻറ്റു ഡി എക്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഷെല്ലിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. മനസ്സിലായോ? ഇനി ഇതിനൊരു ഇന്റർവെൽ ഉണ്ട്. ആ ഇന്റർവെൽ ആരാന്നറിയോ? 0 ടു √a. ഇവിടാണ് പലർക്കും സംശയം തോന്നുന്നത്. എങ്ങനെ 0 ടു √a ആയെന്നുള്ള സംശയം പറഞ്ഞുതരാം. ഈ ഇന്റർവെൽ എങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടെ വേണ്ടുന്നത് ഈ കാണുന്ന 3D ഷേപ്പിന്റെ ടോട്ടൽ വോളിയം ആണ്. മനസ്സിലായോ? അപ്പൊ നമുക്ക് എന്ത് വേണം? ഈ കാണുന്ന ടോട്ടൽ എക്സ് റേഞ്ച് വേണം. ഓക്കെ, ഇതല്ല ടോട്ടൽ എക്സ് റേഞ്ച്, എന്താ ഞാൻ പറയാം. പക്ഷെ നമുക്ക് ടോട്ടൽ എക്സ് റേഞ്ച് വേണം. പക്ഷെ നമ്മുടെ ഈ ടോട്ടൽ എക്സ് റേഞ്ച് ഉണ്ടോ? ഇല്ല. പകരം നമുക്ക് ഒരു കാര്യം അറിയാം, ടോട്ടൽ ഹൈറ്റ് അറിയാം. കണ്ടോ? ടോട്ടൽ ഹൈറ്റ്, ഇതാണ് നമ്മുടെ ടോട്ടൽ ഹൈറ്റ്. അതെന്തോന്നാണ്? എ ആണ്. ഓക്കെ, ടോട്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ വൈ ആക്സിസിലാണ് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്, വൈയുടെ ടേംസിലാണ്. പക്ഷെ നമുക്ക് വേണ്ടുന്നതല്ല, എക്സിന്റെ ടേംസിലാണ്. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇത് ഹൈറ്റ് കണ്ടില്ലേ? ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന എ ആണ്. പക്ഷെ നമുക്കത് വൈയുടെ ടൈമിലല്ല, എക്സിന്റെ ടൈമിലാണ് വേണ്ടുന്നത്. അതിന് നമുക്ക് വേറൊരു കാര്യം അറിയാം, y ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇതേതാ? നമ്മുടെ പരാബോളയുടെ ഒറിജിനൽ ഷേപ്പ്. ഇതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ 3D വിഷ്വൽ ഇതെങ്കിൽ നമ്മുടെ 2D പരാബോളയുടെ ഇക്വേഷൻസ് ഇതിലും ആപ്ലിക്കബിൾ ആണ്. സോ നമുക്ക് y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നറിയാം. പക്ഷെ നമുക്ക് എക്സ് ആവേണ്ടത്. അപ്പൊ എക്സ് എന്ത് കിട്ടും? എക്സ് ഈക്വൽ ടു √5. പക്ഷെ ഇവിടെ നിങ്ങൾ മറന്നു പോകുന്ന, എപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. എക്സ് ഈക്വൽ ടു √5 ആണോ? അല്ല, എക്സ് ഈക്വൽ ടു +or-√5 ആ. ഓക്കെ, അപ്പം നമ്മുടെ കയ്യിൽ നമുക്ക് ടോട്ടൽ ഹൈറ്റ് അറിയായിരുന്നു എ. പക്ഷെ നമുക്ക് വേണ്ടുന്ന ടോട്ടൽ എക്സ് റേഞ്ചാ, അതായത് ടോട്ടൽ വൈ റേഞ്ച് നമ്മുടെ കയ്യിലുണ്ട് എ, 0 തൊട്ട് എ വരെ. പക്ഷെ നമുക്ക് വേണ്ടുന്ന ടോട്ടൽ എക്സ് റേഞ്ചാ. അപ്പൊ എക്സ് റേഞ്ച് എങ്ങനെ കിട്ടി? ഇപ്പൊ കിട്ടിയില്ലേ? എക്സ് ഈക്വൽ ടു +or-√y. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രൽ ഓഫ് 2π ഇൻറ്റു എ എക്സ് മൈനസ് എക്സ് ക്യൂബ് ഡി എക്സ് ഫ്രം -√a ടു +√a നിങ്ങൾ ചിന്തിക്കും. പക്ഷെ അത് തെറ്റല്ല, 0 ടു √a ആണ്. അതിനൊരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് ഇവിടാണ് പലർക്കും കൺഫ്യൂഷൻ തോന്നുന്നത്. ഈ കൺഫ്യൂഷൻ സർവ്വസാധാരണ. ഇത് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ ഡൗട്ടുകളിലൊന്നാണ്. ഈ ഡൗട്ട് തോന്നുന്നതുകൊണ്ട് യാതൊരുവിധ മോശപ്പെട്ട കാര്യമില്ല. കാരണം ആർക്കും തോന്നി, എനിക്കും തുടക്കം തോന്നിയ ഡൗട്ടാണ്. പക്ഷെ പിന്നീടാണ് എനിക്കിത് പ്രോസസ്സ് ചെയ്ത് മനസ്സിലാക്കുക ഒരു കേപ്പബിലിറ്റി കിട്ടിയത്. അത് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അത് ഞാൻ കാണിച്ചു തരാം. കാരണം നമ്മുടെ എല്ലാവരുടെയും സംശയം എന്താണ്? നമ്മൾ എടുക്കുന്നത് ഒരു ഹോൾ 3D ഷേപ്പാണ്. അപ്പൊ ഇതിന്റെ ഹോൾ വോളിയം കിട്ടാൻ നമ്മൾ എന്ത് പറഞ്ഞു? ഒരുപാട് ഷെൽസ് ഫില്ല് ചെയ്യുന്നെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഇന്റഗ്രൽ ഇന്റർവെൽ നമ്മളിതാ നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ നോക്കിയാൽ, കാരണം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഇതിന്റെ ഹോൾ ഇന്റഗ്രലിന്റെ ഇന്റർവെല്ലിൽ കിട്ടണമെങ്കിൽ എന്താണ്? ഈ കാണുന്ന ഈ ലെഫ്റ്റ് തൊട്ട് ഈ റൈറ്റ് വരെയല്ലേ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടുന്നത്. അങ്ങനെ വരുമ്പം -√a തൊട്ട് +√a വരെയല്ലേ നമ്മൾ ആക്ച്വലി ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടുന്നത്. പക്ഷെ നമ്മളിവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് എന്തോന്നാ? 0 തൊട്ട് +√a വരെയല്ലേ ഇന്റഗ്രേറ്റ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ചെയ്താൽ നമുക്ക് ഈ ഹാഫ് ദ സൈസ് അല്ലെ ഹാഫ് ദ വോളിയം മാത്രമല്ല കിട്ടൂ. ഇതല്ലേ സംശയം? ഓക്കെ, എന്നാ അങ്ങനല്ല. അതെങ്ങനെ നമ്മുടെ ഇന്റർവെല്ല് 0 തൊട്ട് √a വരെ വന്നതെന്ന് വെച്ചാൽ ആക്ച്വലി സിമ്പിളാ. നമ്മള് നമ്മുടെ സ്റ്റാർട്ടിങ്ങിലോട്ട് പോകണം. അവിടെ ആക്ച്വലി ലോജിക്ക് കിടപ്പുണ്ട്. നമ്മുടെ കയ്യിൽ എക്സാക്ട്ലി ഏറ്റവും ആദ്യം ഉണ്ടായിരുന്നത് എന്താ? ഒരു പരാബോള അല്ലേ? ആ പരാബോളയിൽ നിന്ന് നമുക്ക് ഈ കാണുന്ന 3D ഷേപ്പിലോട്ട് നമ്മൾ വന്നത് എങ്ങനാ? ആ പരാബോളെ y ആക്സിസിന് ചുറ്റുവിട്ട് റൊട്ടേറ്റ് ചെയ്യിച്ച്. അപ്പോഴാണ് നമുക്ക് ഈ ബൗള് പോലത്തെ സ്ട്രക്ചർ കിട്ടി. കണ്ടില്ലേ?
ഈ ബൗൾ പോലത്തെ സ്ട്രക്ചർ കിട്ടി. അതെന്താ ഈ വൈ ആക്സിസിന് ചുറ്റുമിട്ട് റൊട്ടേറ്റ് ചെയ്യിച്ച്. പക്ഷെ എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ ഷെല്ലുകൾ അടുക്കി അടുക്കി വെക്കുന്നു എന്നാ. ഈ ഷെല്ല് എങ്ങനെ ഉണ്ടാവുന്നതെന്ന് എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ ഇതിൻ്റെ അകത്ത്? ഓക്കെ, ഫോർ ദ സിംപ്ലിസിറ്റി ഇതുവരെ നമ്മൾ ഷെല്ലുകൾ അടുക്കി അടുക്കി വെക്കുന്നതേ വന്നിട്ടുള്ളൂ. ഈ ഷെല്ല് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാന്ന് വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങനെ ആ 2D പരാബോളയിൽ നമുക്ക് ഈ ബൗള് പോലത്തെ സ്ട്രക്ചർ ഉണ്ടാക്കാം. പക്ഷെ എങ്ങനെ ഷെല്ല് കൺസ്ട്രക്ട് ചെയ്യുന്നത് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ പറഞ്ഞതാ ഷെല്ലുകൾ പ്ലേസ് ചെയ്യുന്നു എന്നല്ലേ. ഷെല്ലും ഇതേ രീതിയിൽ തന്നെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നത്. അതിനൊരു വഴിയുണ്ട്. അതായത് സപ്പോസ് ഞാനൊരു ഷെല്ല് എടുത്തെന്ന് വെച്ചോ. ഓക്കെ, ഈ ഷെല്ല് ഇങ്ങനെ നോക്കുമ്പോൾ 3D, ഇവനൊരു 2D വ്യൂ ഉണ്ട്. ഓക്കെ, ഇവന്റെ 2D വ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഇപ്പൊ കാണിച്ചു തരാം. കണ്ട ഇതാണ് അവന്റെ 2D വ്യൂ. അതായത് ബേസിക്കലി ഷെല്ല് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നത് അറിയാം. നമ്മൾ ഈ പരാബോളയല്ലേ ഈ വൈ ആക്സിസിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ചെറിയ തിക്നെസ് ഉള്ള dx തിക്നെസ് ഉള്ള ചെറിയൊരു സ്ട്രിപ്പ് എടുത്തെന്ന് വെച്ചോ. എന്നിട്ട് ഈ പരാബോള ഒന്നുകൂടെ റൊട്ടേറ്റ് ചെയ്താൽ ഈ പരാബോള കറങ്ങുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ സ്ട്രിപ്പും കിടന്ന് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, പരാബോള റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബൗള് കിട്ടുമെങ്കിൽ സ്ട്രിപ്പ് റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ അതാണ് ആക്ച്വലി ഷെൽ. മനസ്സിലായോ? നിങ്ങളുടെ മൈൻഡിൽ അത് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ അത് വിഷ്വലി ഒന്ന് കാണിച്ചു തരാം. ഇത് എക്സാക്ട്ലി ഇതേ പരാബോള തന്നെ. ഓക്കെ, കാണണ്ട ഇതേ പരാബോള തന്നെ. ഇവിടെ ഈ ലെഫ്റ്റ് പാർട്ട് നമ്മൾ എടുത്തിട്ടില്ല. അതിന്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ പറയുന്നത് എന്താ, നമുക്ക് 0 തൊട്ട് √a വരെയുള്ള ഇന്റർവെല്ല. ഇതാണ് എക്സാക്ട്ലി അത് പറഞ്ഞ x=0 തൊട്ട് x=√a വരെയുള്ള ഇന്റർവെൽ എന്ത് സംഭവിക്കുന്ന കാണുന്നത്. നമ്മൾ എങ്ങനെയാണ് ഒരു ഷെല്ല് ബിൽഡ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇവിടെ കണ്ട എന്താ, ഇവിടെ അല്ലേ ഒരു ചെറിയ സ്ട്രിപ്പ് ഇരിക്കുന്നത്. നമ്മൾ ആ സ്ട്രിപ്പ് ഇവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ പോവാം. ഓക്കെ, കണ്ട നമ്മളൊരു സ്ട്രിപ്പ് എടുത്ത്. ഓക്കെ, അതായത് എക്സാക്ട്ലി കണ്ട ഇതുപോലെ ഇച്ചിരി പൊസിഷൻ മാറി ഇരിക്കുന്നതേ ഉള്ളൂ. ഒരു സ്ട്രിപ്പ് എടുത്ത് ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാം, ഈ പരാബോളെ റൊട്ടേറ്റ് ചെയ്യാൻ പോവാം. അപ്പൊ ഈ സ്ട്രിപ്പിന് എന്താ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ കണ്ടോണം. ഓക്കെ, പരാബോളെ റൊട്ടേറ്റ് ചെയ്യാൻ പോകുമ്പോൾ കണ്ടാ. ഓക്കെ, നിങ്ങൾ മേളിൽ നിന്ന് കണ്ട കറക്റ്റ് ആയിട്ട് നോക്കണം. പരാബോളെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്ട്രിപ്പിന് എന്താ സംഭവിച്ചതെന്ന് കണ്ടോ. നമ്മളെ പരാബോളെ റൊട്ടേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ബൗള് കിട്ടി. ആ സ്ട്രിപ്പ് റൊട്ടേറ്റ് ചെയ്തപ്പോൾ എന്ത് കിട്ടി, ഷെല്ല് കിട്ടി. കണ്ടോ, ഇതാണ് ബേസിക്കലി സംഭവിക്കുന്നത്. മനസ്സിലായാലും ഒന്നുകൂടെ കാണിച്ചു തരാം. കണ്ട പരാബോള റൊട്ടേറ്റ് ചെയ്തപ്പം നമുക്ക് ആ ബൗള് കിട്ടിയെങ്കിൽ സ്ട്രിപ്പ് റൊട്ടേറ്റ് ചെയ്തപ്പോൾ ഷെല്ല് കിട്ടി. കണ്ടില്ലേ, ഇത് കാണാൻ പറ്റുന്നില്ലേ? കണ്ട ഇതായിരുന്നു നമ്മുടെ ആ ചെറിയ സ്ട്രിപ്പ്. ഏത് ഈ കാണുന്ന ഇതേ സ്ട്രിപ്പ് നമ്മൾ ഈ പരാബോള റൊട്ടേറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഈ സ്ട്രിപ്പിന് എന്ത് സംഭവിക്കുന്നത് കണ്ട, സ്ട്രിപ്പും റൊട്ടേറ്റ് ചെയ്ത് നമുക്കൊരു ഷെല്ല് ക്രിയേറ്റ് ചെയ്തു. ഇത് ബേസിക്കലി ഇതിൻ്റെ അകത്തുള്ള എല്ലാ ഷെല്ലും ഇതുപോലെ ചെറിയ ചെറിയ തിക്നെസ് ഉള്ള ചെറിയ സ്ട്രിപ്പുകൾ റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത്. മനസ്സിലായോ? അതായത് ഇവിടുത്തെ കറസ്പോണ്ടിങ് ഓരോ ഷെല്ലിനും അവളുടേതായിട്ടുള്ള 2D വിഷ്വൽ ഉണ്ട്. കാണിച്ചു തരാം. ഇപ്പൊ തിക്നെസ് കുറഞ്ഞൊരു തിക്നെസ് അല്ല റേഡിയസ് കുറഞ്ഞൊരു ഷെല്ല് എടുത്തെന്ന് വെച്ചോ. ഇതിന്റെ 2D റെപ്രസെന്റേഷൻ എന്താണെന്ന് ഇത് ഈ ഷെല്ല് എങ്ങനെ ഉണ്ടായിരുന്നു കണ്ട ഈ അടുത്തിരിക്കുന്ന ഈ സ്ട്രിപ്പ് കണ്ട, ഈ വൈ ആക്സിസിന് അടുത്തിരിക്കുന്ന ഈ സ്ട്രിപ്പ് ഇതിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ പരാബോളെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ dx സ്ട്രിപ്പ് റൊട്ടേറ്റ് ആയിട്ടാണ് ഈ റേഡിയസ് പറഞ്ഞ ഈ ഷെല്ല് നമുക്ക് കിട്ടുന്നത്. സോ ബേസിക്കലി എല്ലാ ഷെല്ലും നമുക്ക് കിട്ടുന്നത് എന്താണ്, ഇതുപോലെ ഓരോ സ്ട്രിപ്പ് റൊട്ടേറ്റ് ആയിട്ടാണ്. ഓക്കെ, അതായത് ഒരു സ്ട്രിപ്പ് റൊട്ടേറ്റ് ആയിട്ടാണ് ഒരു ഷെല്ല് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇത്ര ഒരു ഐഡിയ കിട്ടിയ ഇവിടെ നിന്നാണ് നമ്മുടെ ബേസ് ഐഡിയ മനസ്സിലാകാൻ പോകുന്നത്. ഓക്കെ, കാണിച്ചു തരാം. നമുക്ക് ആദ്യം ഇവനെ നമ്മുടെ നോർമൽ പരാബോള സ്ട്രക്ചറിൽ എത്തിക്കാം. ഓക്കെ, എത്തിച്ചു. ഇനി പണി തുടങ്ങാം. ഓക്കെ, ഇനിയാണ് നമ്മൾ നമ്മുടെ ആക്ച്വൽ പരിപാടി തുടങ്ങാൻ പോകുന്നത്. നമുക്ക് എന്തുണ്ട്, ഇവിടെ ഒരു പരാബോള ഉണ്ട്. ഈ എല്ലാ കളറ് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. നമുക്കൊരു സ്ട്രിപ്പ് ഉണ്ട്, ഈ കാണുന്ന റെഡ് സ്ട്രിപ്പ്. ഇതിന്റെ തിക്നെസ് എന്താണെന്ന് ചോദിച്ചാൽ dx. ഓക്കെ, ഇനി നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മുടെ ഈ റെഡ് സ്ട്രിപ്പ് ഇരിക്കുന്നത് ഈ കാണുന്ന 0യുടെയും ഈ കാണുന്ന +√a ഇന്റർവെല്ല. കണ്ടോ, x=0യുടെ x=+√a ഇന്റർവെല്ലാണ് നമ്മുടെ ആക്ച്വൽ സ്ട്രിപ്പ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ ഈ സ്ട്രിപ്പ് നമ്മുടെ y ആക്സിസിൽ നിന്ന് ഒരു കറസ്പോണ്ടിങ് ഡിസ്റ്റൻസിലായിരിക്കുന്നത്. ഈ എക്സാമ്പിളിൽ 0.84. അത് വേരി ചെയ്തുകൊണ്ടേയിരിക്കാം. ഇപ്പൊ നോക്ക്, ഈ എക്സാമ്പിളിൽ വന്ന 0.59, അല്ലെ ഇവിടെ വന്ന 1.27. അതായത് അവന്റെ കറസ്പോണ്ടിങ് എക്സ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1.27 ആൻഡ് ദാറ്റ്സ് വിത്തിൻ ദിസ് √a ഇന്റർവെൽ.
ഓക്കെ, എന്താണെന്ന് ചോദിച്ചാൽ റേഡിയസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എ എന്താണെന്ന് ചോദിച്ചാൽ റേഡിയസ് ആയിരുന്നു. ഇത്രയുണ്ടേ. ഇനി നമ്മൾ ആക്ച്വലി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്ത് ചെയ്യും? ഈ പരാബോള എടുത്തിട്ട് റൊട്ടേറ്റ് ചെയ്യും. ഈ പരാബോള എടുത്തിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പം ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ സ്ട്രിപ്പും റൊട്ടേറ്റ് ആവും. അങ്ങനെയാണ് ആക്ച്വലി ഒരു ഷെല്ല് ഫോം ചെയ്യുന്നത്. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, ഈ ഈ സ്ട്രിപ്പ് ഇരിക്കുന്ന എവിടെ? 0 തൊട്ട് +√a വരെയുള്ള ഇന്റർവെല്ലാണ്. ഇനി നമ്മൾ ഈ പരാബോള റൊട്ടേറ്റ് ചെയ്യാൻ പോകുന്നത്. വേണ്ട, റൊട്ടേറ്റ് ചെയ്യിച്ചു. അപ്പൊ നമുക്കൊരു ഷെല്ല് കിട്ടി. പക്ഷെ ഷെല്ലിനൊരു പ്രത്യേകതയുണ്ട്. ആ ഷെല്ല് നോക്ക്, 0 തൊട്ട് +√a വരെയുള്ള ഇന്റർവെല്ലിലല്ല ഇരിക്കുന്നത്. ഷെല്ലിന് താണ്ട ഈ ഒരു റൈറ്റ് സൈഡും ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ലെഫ്റ്റ് സൈഡും ഉണ്ട്. കണ്ടോ? അല്ലെ ഈ വ്യൂവിൽ നിന്ന് നോക്ക്. ഓക്കെ, സ്ട്രിപ്പ് ഇവിടെ മാത്രം ഇരുന്നെങ്കിൽ ഷെല്ല് ഹോളായിട്ടാണ് ഇരിക്കുന്നത്. കണ്ടോ? മൊത്തത്തിലാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ? കണ്ടേ? സ്ട്രിപ്പ് നമ്മുടെ ഈ പറഞ്ഞ 0 തൊട്ട് +√a വരെയുള്ള ഇന്റർവെല്ലിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ അതിനെ റൊട്ടേറ്റ് ചെയ്തെടുത്ത ഷെല്ല് 0 തൊട്ട് +√a വരെയുള്ള ഇന്റർവെല്ലിലും ഉണ്ട്. അറ്റ് ദ സെയിം ടൈം കണ്ടേ, -√a തൊട്ട് 0 വരെയുള്ള ഇന്റർവെല്ലും ഉണ്ട്. ഇതാണ് ആ കീ. മനസ്സിലായില്ലേ? നമ്മൾ 0 തൊട്ട് +√a വരെയുള്ള ഇന്റർവെല്ലിനിടയ്ക്ക് ഏതെങ്കിലും ഒരു ഷെല്ല് എടുത്തിട്ട് അവനെ y ആക്സിസിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്താൽ അവൻ ഓൾറെഡി ഈ കാണുന്ന റൈറ്റ് സൈഡും കവർ ചെയ്യുന്നുണ്ട്, ലെഫ്റ്റ് സൈഡും കവർ ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇതാണ് ഇതിന്റെ ബേസ് കോൺസെപ്റ്റ്. ഓക്കെ, ഇതാണ് ഇതിന്റെ കീ. വേണ്ട, ഞാൻ ഇനിയിപ്പോ വേറൊരു ഷെല്ല് കൺസിഡർ ചെയ്യുക. ഷെല്ലല്ല, വേറൊരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇതാണ്ട് ഈ കാണുന്ന സ്ട്രിപ്പ്. ഇവനും ഇരിക്കുന്ന ആളുടെ അടുത്താ 0യുടെയും √a ഇന്റർവെൽ ഡാത്ത. ഞാൻ ഈ സ്ട്രിപ്പിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഷെല്ലെടുത്ത് ഈ ഷെല്ല് ഓൾറെഡി ഈ കാണുന്ന റൈറ്റ് സൈഡും കവർ ചെയ്തിട്ടുണ്ട്, അറ്റ് ദ സെയിം ടൈം അവൻ ലെഫ്റ്റ് സൈഡും കവർ ചെയ്തിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡ് എവിടെ ഇരിക്കുന്നത്? -√a തൊട്ട് 0 വരെയുള്ള ഇന്റർവെല്ല ഈ കാണുന്ന ലെഫ്റ്റ് സൈഡ് ഇരിക്കുന്നത്. ഈ കാണുന്ന റൈറ്റ് സൈഡ് ഇരിക്കുന്ന 0 തൊട്ട് +√a വരെയുള്ള ഇന്റർവെല്ല. സോ നമുക്ക് ഈ കാണുന്ന റൈറ്റ് സൈഡിൽ ഒരു സ്ട്രിപ്പ് എടുത്താൽ അവനെ ആക്ച്വലി റൊട്ടേറ്റ് ചെയ്യിച്ചാൽ അവൻ റൈറ്റ് സൈഡും കവർ ചെയ്തോളും, ലെഫ്റ്റ് സൈഡും കവർ ചെയ്തോളും. മനസ്സിലായോ? ഇങ്ങനെയാണ് ഒരു ഹോൾ ഷെല്ല് ഉണ്ടാവുന്നത്. ഓക്കെ, ആൻഡ് ഇതിന്റെ വോളിയം എന്താണ്? ഇതുപോലെ ഒരുപാട് ഷെല്ലുകൾ ഇരിക്കുന്നത്. അപ്പോൾ ഓരോ ഷെല്ലും കൺസ്ട്രക്ട് ചെയ്യാൻ ആക്ച്വലി എന്ത് മതി? ഈ കാണുന്ന റൈറ്റ് സൈഡിൽ ഒരു സ്ട്രിപ്പ് മതി. മനസ്സിലായോ? ഈ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന സ്ട്രിപ്പ് മാത്രം മതി. അപ്പൊ ആ സ്ട്രിപ്പുകൾ ആക്ച്വലി അറേഞ്ച് ചെയ്തേക്കുന്ന അവിടെ ഈ 0 തൊട്ട് √a വരെയുള്ള ഇന്റർവെല്ല. അല്ലെങ്കിൽ ഞാൻ ഇപ്പം മൊത്തം സ്ട്രിപ്പുകളോട് ഒരുമിച്ച് കാണിച്ചു തരാം. നമുക്ക് ഇത് മൊത്തം സ്ട്രിപ്പാണ്. ഓക്കെ, ഞാൻ ഇവനെ റൊട്ടേറ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കാന്ന് ചോദിച്ചാൽ കണ്ടില്ലേ? ഓക്കെ, കണ്ടില്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ? ഹോൾ വോളിയം അവൻ ജനറേറ്റ് ചെയ്ത്. അതായത് ആക്ച്വലി സ്ട്രിപ്പുകൾ ഇരിക്കുന്ന അവിടെ 0 തൊട്ട് +√a വരെയുള്ള ഇന്റർവെല്ല. പക്ഷെ അവനെ കറക്കിയപ്പം നമുക്ക് വേണ്ടുന്ന ഹോൾ വോളിയം കിട്ടി. മനസ്സിലായി? ഇതിന്റെ ബേസ് മീനിങ് എന്തായി? അതായത് ഇത് എക്സാക്ട്ലി നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആക്ച്വലി 0 തൊട്ട് +√a വരെയുള്ള ഇന്റർവെല്ലിൽ മാത്രം സ്ട്രിപ്പ് ഇരുന്നാൽ മതി. അവനെ റൊട്ടേറ്റ് ചെയ്ത് അവൻ ആക്ച്വലി കറങ്ങി റൈറ്റ് സൈഡും കവർ ചെയ്ത് ലെഫ്റ്റ് സൈഡും കവർ ചെയ്ത് ആ വോളിയം അത് തന്നെ ഉണ്ടാക്കിക്കോളും. മനസ്സിലായില്ലേ? ഇതാണ് ഇതിന്റെ കീ കോൺസെപ്റ്റ്. ഇനിയിപ്പം നമ്മൾ ഈ പറഞ്ഞല്ലാതെ നിങ്ങൾക്ക് ഇപ്പോഴും സ്റ്റിൽ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു ഷെല്ല് ഈ ഇന്റർവെല്ലിൽ വെച്ചെന്ന് വെച്ചോ, എന്ത് -√a തൊട്ട് 0 വരെ. അങ്ങനെ വെച്ചാൽ എന്ത് സംഭവിക്കും? അങ്ങനെ വെച്ചാൽ ഈ കാണുന്ന റൈറ്റ് സൈഡിലെ സ്ട്രിപ്പും ഒരു ഫുൾ ഷെല്ല് ഉണ്ടാക്കും, അതുപോലെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ഷെല്ലും വേറൊരു സ്ട്രിപ്പ് ഉണ്ടാക്കും. അപ്പോൾ എന്ത് പറ്റും? റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന സ്ട്രിപ്പും വേറൊരു ഷെല്ല് ഉണ്ടാക്കും. അപ്പോൾ എന്ത് പറ്റും? ഒരേ സ്ഥലത്ത് തന്നെ 2 ഷെല്ല് വരും. മനസ്സിലായി? അപ്പൊ നമ്മൾ ഡബിളിന്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യും. അതൊരു വലിയ എററായിരിക്കും. മനസ്സിലായോ? വേറെ ആൾക്കാർക്ക് സംശയം തോന്നിയിട്ടുണ്ടായിരിക്കുന്ന ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഇന്റർവെൽ എടുക്കണോ, ലെഫ്റ്റിലുള്ള ഏതെങ്കിലും ഇന്റർവെൽ എടുത്താൽ മതിയല്ലോ? മതി. -√a തൊട്ട് 0 വരെ എടുത്താലും 0 തൊട്ട് +√a വരെ എടുത്താലും അത് വർക്ക് ചെയ്യും. എനിക്ക് ബേസിക്കലി പറയേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒരു സ്ട്രിപ്പ് മതി നമുക്ക് റൊട്ടേറ്റ് ചെയ്താൽ ഷെല്ല് ഫുള്ള് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഏതെങ്കിലും ഒരു ഷെല്ലേ എടുക്കാം. ആ ഷെല്ല് ഒന്നെങ്കിൽ 0 തൊട്ട് +√a വരെയോ അല്ലെങ്കിൽ -√a തൊട്ട് 0 വരെയോ മതി. മനസ്സിലായില്ലെങ്കിൽ വേണ്ടേ, റൈറ്റ് സൈഡിലെ ഷെല്ലുകൾ മാത്രം മതി. അല്ല, റൈറ്റ് സൈഡിലെ സ്ട്രിപ്പുകൾ. കാരണം ഇതെല്ലാം സ്ട്രിപ്പുകളാണ്. കണ്ടില്ലേ? ആക്ച്വലി കണ്ടു നോക്ക്, ഇതെല്ലാം എക്സാക്ട്ലി സ്ട്രിപ്പുകളാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. കണ്ടോ? ഓക്കെ,
നമ്മൾ സ്ട്രിപ്പിന്റെ തിക്നെസ് എത്രത്തോളം കുറയ്ക്കുന്നോ അത്രത്തോളമേ ഒരു എക്സാക്ട്ലി പറഞ്ഞ ആക്യുറേറ്റ് ആവത്തുള്ളൂ. കണ്ട. സോ ആക്ച്വലി ഈ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന സ്ട്രിപ്പ് മാത്രം മതി, അല്ലെ സ്ട്രിപ്പുകൾ മാത്രം മതി റൊട്ടേറ്റ് ചെയ്തെടുത്താൽ ഈ ഫുൾ വോളിയം നമുക്ക് കൺസ്ട്രക്ട് ചെയ്ത് തരാം. ഓക്കെ, ഇതാണ് ആ കീ. ഇതുകൊണ്ടാണ് നമ്മളെ ഇന്റർവെല് ചൂസ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഇന്റർവെൽ, അല്ലെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ള ഇന്റർവെൽ. ഓക്കെ, നിങ്ങൾക്ക് അത് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ഇക്വേഷൻ കിട്ടിയില്ലേ? എന്ത്? നമ്മുടെ വോളിയം ഓഫ് ദിസ് പരാബോളിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓഫ് 2π ഇൻറ്റു എക്സ് മൈനസ് എക്സ് ക്യൂബ് ഡി എക്സ് ഫ്രം ഇന്റർവെൽ 0 ടു √a. ഒരിക്കലും മറക്കല്ല് y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ പരാബോളയുടെ കാര്യം മാത്രം ഇത്. ഇതുപോലെ നിങ്ങൾക്ക് ഏത് പരാബോള വേണേലും കൊണ്ടുവന്ന് കൺസ്ട്രക്ട് ചെയ്യാം. അതിനനുസരിച്ച് ഇക്വേഷൻസ് ഇവിടെ മാറ്റി നോക്കിയാൽ മതി. എനിക്ക് നിങ്ങൾക്ക് ഷെൽ മെത്തേഡ് എന്താണെന്ന് മനസ്സിലാവണമെന്ന് ഉണ്ടായിരുന്നുണ്ട്. ഷെൽ മെത്തേഡ് എന്താണെന്ന് ബേസിക്കലി ചോദിച്ചാൽ, ഇതിപ്പോ ഒരു ഷെല്ലാണെങ്കിൽ ഒക്കെ ഇതുപോലെ കുറേ ഷെല്ലുകൾ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്തിനാ ഇങ്ങനെ നിറയ്ക്കും, ഫില്ല്. കണ്ടല്ലോ, ഇൻഫാക്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവൻ ഓരോന്നും ഓരോ ഷെല്ല് കണ്ടില്ലേ? ഫസ്റ്റ് ഷെല്ല്, സെക്കൻഡ് ഷെല്ല്, തേർഡ് ഷെല്ല്, ഫോർത്ത് ഷെല്ല്, ഫിഫ്ത്ത് ഷെല്ല്, സിക്സ്ത് ഷെല്ല്, ഇങ്ങനെ ഷെല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ച് കണ്ട. താഴേത് നോക്കും, ഓരോരോ ഷെല്ല് 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 കണ്ടില്ല? ഷെല്ലുകളുടെ ഒരു അടുക്കിയ കൂമ്പാരമാണ് ഇവൻ. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് 3D വിഷ്വലി തന്നെ നിങ്ങൾ കാണണം. ഇതെല്ലാം ഷെല്ലുകളുടെ ഓരോ കൂമ്പാരമാണ്. ഉണ്ടല്ലേ? ദാറ്റ്സ് ഓൾ. ഇതാണ് ഷെൽ മെത്തേഡ്. ഇത് നമുക്ക് ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റും, ഒരുപാട് സ്ഥലത്ത്. ഓക്കെ, നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഈ റിസോഴ്സ് ഞാൻ താഴെ ഇട്ട് തന്നേക്കാം. ഇത് കറസ്പോണ്ടിങ് 2D വ്യൂ ആണ്. അതായത് ഇപ്പൊ എന്റെ ഷെല്ല് ഇവിടെ ഇരിക്കുകയെന്ന് വെച്ചാൽ, അപ്പൊ ഞാൻ ഇതിനെ ഒരു 2D വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇനി ഈ പരാബോളെ കറക്കുമ്പോഴാണ് നമുക്ക് ഈ ഫുൾ ഷെല്ല് കിട്ടുക. മനസ്സിലായ? കാരണം ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ 0 തൊട്ട് √a വരെയുള്ള ഒരൊറ്റ വാല്യൂ മാത്രം എടുത്താൽ മതി. അതിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി ഈ പരാബോള ഞാൻ മൊത്തം കറക്കുമ്പോൾ കറക്കി നമുക്ക് സർക്കിൾ ആയിട്ട് കിട്ടും. കണ്ട ഇതുപോലെ. കണ്ടോ? കണ്ടില്ല? കണ്ട? എനിക്ക് എന്റെ എന്താ പറയാ, ഷെല്ലെന്ന് പറയുന്നത് അല്ലെ dx എന്ന് പറയുന്നത് എനിക്ക് റൈറ്റ് സൈഡിൽ മാത്രം എടുത്താൽ മതി. എന്ത്? നമ്മുടെ ഈ 2D റെപ്രസെന്റേഷൻ പോലെ. എന്നിട്ട് ഈ പരാബോളെ എടുത്ത് കറക്കുമ്പോൾ നമുക്ക് ഈ പരാബോള എടുത്ത് കറക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ ഫുൾ ഷെല്ല് കിട്ടും. കണ്ടില്ലേ? അത്രയേ ഉള്ളൂ. സിമ്പിളാ. നിങ്ങൾക്ക് വിഷ്വലി ഈ സാധനം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതെനിക്കറിയാം 100%. സോ റിയലി താങ്ക്ഫുൾ ടു യു ഗൈസ് ഫോർ ലിസണിങ് ടു ദിസ്, ആൻഡ് താങ്ക് യു.